മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ട്രസ്റ്റ് ഭാരവാഹികളും മാതാ കോളേജും ചേർന്ന് ജനുവരി 18-ന് കാട്ടാക്കട ചാരുപാറ വിശ്വദീപ്തി സ്കൂളിലെ മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വാർഷികാഘോഷ പരിപാടിയും മെഡിക്കോ ഫെസ്റ്റ് 2025-26 സംഘടിപ്പിച്ചു. ട്രസ്റ്റിന്റെ ആരംഭം മുതൽ നാളിതുവരെയും സാമൂഹിക സേവനം ലക്ഷ്യം വെച്ച് വളരെയധികം പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് പ്രസിഡന്റായ ശ്രീമതി ജിജി ജോസഫ് ചെയ്തു വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കാൽ തളർന്നുപോയതും അപകടങ്ങളിൽ കാൽ നഷ്ടപ്പെട്ടവർക്കും ഇലക്ട്രിക് വീൽ ചെയറുകൾ, വാക്കർ, വാക്കിംഗ് എക്യുപ്മെന്റുകൾ എന്നിവ എത്തിച്ചു കൊടുക്കുകയും നിരാലംബരായ അമ്മമാർക്കും വൃദ്ധജനങ്ങൾക്കും ഭക്ഷ്യ കിറ്റുകളും അവശ്യ സാധനങ്ങളുടെ കിറ്റുകളും തൊഴിലുറപ്പ് വനിതകൾക്ക് സമ്മർ കിറ്റുകളും മെഡിക്കൽ കോളേജ്, RCC എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരിക്കുന്നവർക്ക് പൊതിച്ചോറ് എത്തിച്ചു കൊടുക്കുകയും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകൾ, കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ബാഗ്, പഠനോപകരണങ്ങൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ഏകദേശം 7 വർഷത്തോളായി ഞാനിങ്ങനെ ഒരു അഭിപ്രായം അലക്സിനോട് പറഞ്ഞിട്ട്. അന്നേരം ഞാനായിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് വഴിയില്ല, റോഡില്ല, ഈ ഒരു സ്കൂട്ടർ പോലും വരുന്ന വഴിയല്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മുൻകൈ എടുത്തില്ല. പക്ഷേ ഇത് വർഷങ്ങളായി അലക്സ് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു, മറക്കാതെ വെച്ചിരുന്നു. അപ്പോൾ ഈ 7 വർഷത്തിനുള്ളിൽ ഞാൻ ഒരു റോഡ് സൈഡിലേക്ക് തന്നെ എനിക്ക് സ്ഥലമായി, വീടായി. അങ്ങനെ വന്നപ്പോൾ വീണ്ടും അലക്സും ഞാനും തമ്മിൽ കണ്ടുമുട്ടി. അന്നേരം ഈ വീൽ ചെയറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോഴത്തേക്ക് എനിക്ക് നമ്പർ തന്നു. പക്ഷേ ഞാൻ വിളിച്ചത് ആരെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു അംഗമാണ്, എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ ആവശ്യമുണ്ട്, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. പഠിക്കാൻ ധനസഹായം ആവശ്യമുള്ളവർക്ക് ഫീസ് ഇളവ് ചെയ്ത് പഠിപ്പിക്കുക, പൂർണ്ണമായും ഫീസ് വാങ്ങാതെയുള്ള പഠന സൗകര്യം, അമ്മത്തൊട്ടിൽ സന്ദർശനവും അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും സ്നേഹ ഡിസബിലിറ്റി സെന്റർ സന്ദർശനം, വൃദ്ധസദന സന്ദർശനങ്ങൾ തുടങ്ങിയ ഒട്ടനവധി സഹായഹസ്തങ്ങൾ ഈ ട്രസ്റ്റിന്റെ പേരിൽ നൽകി വരികയാണ്. ഈ വർഷം നിസ്സഹായരായ ഒരു അമ്മയ്ക്കും മകൾക്കും ഭവനം നിർമ്മിച്ചു കൊടുക്കുകയും അതിന്റെ താക്കോൽദാന ചടങ്ങ് മെഡിക്കോ ഫെസ്റ്റ് 2025-26 വേദിയിൽ വെച്ച് നടത്തുകയും ചെയ്തു. പോളിയോ ബാധിച്ച് ഇരുകാലുകളും ശോഷിച്ചു പോയൊരു വനിതയ്ക്ക് ഇലക്ട്രിക് വീൽ ചെയർ, മറ്റുള്ളവർക്ക് വീൽ ചെയർ, അമ്മമാർക്ക് തയ്യൽ മെഷീൻ തുടങ്ങിയവ നൽകുന്ന ചടങ്ങും ഈ വേദിയിൽ നടന്നു. ഈ മെഗാ ചാരിറ്റി ഇവന്റ് കാട്ടാക്കട MLA ശ്രീ IB സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം ചലച്ചിത്ര താരവും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി സീമാജി നായർക്ക് നൽകി. പ്രശസ്തി പത്രവും 25,000 രൂപ ക്യാഷ് പ്രൈസുമാണ് നൽകിയത്. അരുവിക്കര MLA G സ്റ്റീഫൻ, കാട്ടാക്കട, കള്ളിക്കാട്, പൂവച്ചൽ എന്നീ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരെ ആദരിച്ചു. ദീർഘമായ ഒരു വർത്തമാനം ഈ അവസരത്തിൽ അപ്രസക്തമാണ്. അഗതികളുടെ അമ്മ മദർ തെരേസയുടെ നാമധേയത്തിൽ നമ്മുടെ കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾക്ക് 4 നൂറ്റാണ്ടാകുന്നു. സമൂഹത്തിന് എന്ത് നല്ലത് വേണമെന്ന് ആരാണോ എന്നിൽ ഒരു ദൈവവിളി നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് എന്നെ കൊണ്ട് ഓരോന്നോ സമൂഹത്തിനെ ചെയ്യിപ്പിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പം അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, അവരുടെയൊക്കെ ഒരു അനുഗ്രഹം, കാരണം അവരൊക്കെ മരിച്ചുപോയി. അപ്പോൾ അവരൊക്കെയാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ഒരു ബ്ലെസ്സിങ്. എൻ്റെ രക്ഷകർത്താക്കളും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒക്കെ തന്നെയാണ്. പോരാനിപ്പം മക്കളൊക്കെ വലുതായി. മോളുടെ മാരേജിന് ഒരു വീട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അന്ന് അതെനിക്ക് നടന്നില്ല. പിന്നെ ഒരു 2-2.5 മാസം കൊണ്ട് എനിക്ക് ഈ വീട് പണിഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ കയ്യിൽ നിൽക്കാതെ വന്നപ്പോൾ ഷാലു പേയാട്, എല്ലാവർക്കും അറിയാമായിരിക്കും, ഷാലു പേയാട് എന്നെ സഹായിക്കുകയും കൂടെ ആണ് ഇന്ന് ഈ താക്കോൽ ദാനം ഇവിടെ നമുക്ക് നിർവഹിക്കാൻ പറ്റിയത്. അത് കൂടാതെ എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ അധ്യാപകർ, എന്നോടൊപ്പം നിൽക്കുന്ന ഗായത്രി ആകില്, മറ്റുള്ള സ്റ്റാഫുകൾ. എനിക്ക് ഗായത്രി ആകിലിനെ കുറിച്ച് പറയാൻ പറ്റില്ല. എൻ്റെ എത്ര അഹങ്കാരമാണ് അവർ. ഞാൻ എന്തു പറയുന്നു, അവർ എന്നോടൊപ്പം നിന്ന കോളേജിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു.